ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിരിക്കണു. ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. തറവാട്ടിൽ നിന്ന് നേരെ വണ്ടി കയറി വീട്ടിൽ കയറാണ്ട് പോകുന്നതാണ്. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എങ്ങോട്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അങ്ങാടിപ്പുറത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇങ്ങനെ ഗായ്സ് ഞങ്ങളിതാ ട്യൂബിൽ എത്തിക്കണ്. എവിടക്കാ പോണേട്ടാ? എട്ടാ എങ്ങട്ടാ പോണു? പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഞമ്മക്കേ പോണു. വെറുതെ പെരിന്തൽമണ്ണ കറങ്ങിട്ട് പോരാ. ഞങ്ങളിതാ ബൈപ്പാസിലൂടെ പാസ് ചെയ്യുകയാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കണു എങ്ങോട്ടാ പോണേട്ടാ? സ്കൂട്ടി എടുക്കണ്ട നമുക്ക്. എന്താ വെറുതെ ഹോട്ടലുടുപ്പിലെന്താ വെജിറ്റേറിയൻ മസാല ദോശ സച്ചിട്ടില്ല. ചായന്റെ തീക്ക് ചായ വെക്കാന് അല്ല അതല്ല നിറച്ച് കടകള് മറ്റേ തട്ടുകട. ഈ യൂണിഫോമും കൂടെ മാറ്റാനേക്കാതെ വീട്ടിക്ക് കൂടാതെ സാധനം. അങ്ങനെ ഗൈസ് ആ പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തി. അപ്പൊ കൊറേ കാലം ഇങ്ങോട്ടത് കൊണ്ടുവരുന്ന വൈകുന്നേരം വന്നാലും ഇവിടെ രസം. വൈകുന്നേരത്തിന് ഇവിടെ കച്ചവടം കേട്ടോ. ഇതൊക്കെ ഒരു മൂടാണ്. 2-3 ആഴ്ച പെരണം വരെ നടത്തി തുടങ്ങിട്ട് പേര് ലൂസാണ്. അപ്പൊ നമ്മള് പൊതീന കയറി അല്ലേ മോളെ? എന്താ വേണ്ടേ? ഞങ്ങളങ്ങനെ പൊതീനില് കയറി. ഇന്ത്യയിലും അട്ടാക്ക് ഇന്ത്യയിലും വേണ്ട. ഓറഞ്ച് വേണ്ട. ഓറഞ്ചിന് പകരം 3 സ്കൂപ്പ് ആക്കിയത്. അപ്പൊ ഓർഡർ ചെയ്തതൊക്കെ എത്തി. അപ്പൊ ഇനി അത് കഴിക്കട്ടെ. കോക്ടെയില് പറഞ്ഞു പാളി. മൊജീറ്റ പാളിയോ? ഉഷാറാ ഉഷാറാത്ര. അപ്പൊ നമ്മള് പൊതിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി ഇനി വീട്ടിലേക്ക് പോകാം. അതിന്റെ ഇടയിൽ നമ്മളെ ഫാത്തിമ ബീവിന്റെ ഹസ്ബൻഡ് വന്നിരുന്നു. അപ്പോൾ ഓരോടൊക്കെ സംസാരിച്ചിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പോവാണ് വണ്ടി ഓണടിക്കാണ്. പിന്നെ ഞങ്ങളോട് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഗൈസ് ആശിന്റെ ഫ്രണ്ടിന്റെ കട ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല എന്താണ് PTM കഫേ. ആശിന്റെ ഫ്രണ്ടിന്റെ കടയാണിത്. ഞങ്ങൾ വെറുതെ പാസ് ചെയ്തപ്പോ ഒന്ന് ഇറങ്ങിയതാണ്. വെള്ളം കുടിച്ചാൻ കയറിയതിന്റെ അടിയിൽ കൂടി ഞങ്ങൾ ജലിക്കാനെ കണ്ടു. അപ്പൊ ജലിക്കാനെ മാഷാ അല്ലാ PTM കഫേ. അപ്പൊ ഉടനെ പ്രവർത്തനം ആരംഭിക്കും ഇൻഷാ അല്ലാ. ഒരു 4-5 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാവും അല്ലേ ജലിക്ക? 4-5 ദിവസം കൊണ്ടൊക്കെ ഇൻഷാ അല്ലാ ഉണ്ടാവും. അപ്പൊ എല്ലാരും പോകുന്നോളി അടിച്ച് പൊളിക്ക. നല്ല ഒരു ആ പാടത്തെ കാറ്റൊക്കെ കൊണ്ട് വേറൊരു വൈബ്. ഇന്ത്യ ജലിക്ക ഇൻഷാ അല്ലാ. അതാ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല സ്വറൊക്കെ പറഞ്ഞിരിക്ക ഇൻഷാ അല്ലാ. എല്ലാ ഐറ്റം സാധനങ്ങളുണ്ട്. ജൂറൊക്കെ തന്നെ ബർഗർ, ഫലൂദ, ഓയിൽ മിൽക്ക്, ഫ്രഷ് ജ്യൂസ്. PTM കഫേ. അപ്പൊ ഇത് ഈ സെറ്റപ്പ് പറഞ്ഞാൽ ഇതൊരു കണ്ടെയ്നറാണ് ഈ കോലത്തിലാക്കി എടുത്തിരിക്കുന്നത്. സംഭവം കണ്ടെയ്നറാന്ന് പറയില്ല. മാഷാ അല്ലാ ഉഷാറായിരിക്കുന്നു. പിന്നെ ബാക്കിലൊക്കെ നല്ല എന്താ പറയാ പാടാണ്. പാടത്തുനിന്ന് വരുന്ന കാറ്റും നൈറ്റിലൊരു വൈബും വേറെ വൈബ് തന്നെ കാരണം. സംഭവം ഏതായാലും ഉഷാറായിരിക്കും. പിന്നെ ഈ ലൈറ്റും
നല്ലൊരു വേറൊരു ആംബിയൻസ് ആണ്, നല്ലൊരു ആംബിയൻസ് ആയിട്ട് എല്ലാവരും കപ്പിൾസിനൊക്കെ തന്നെ വന്നിരുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു ഏരിയ. ആ അതെ, ടെൻഷനൊക്കെ മാറി കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം, അതിന് പറ്റിയ സ്ഥലമാണ്. നല്ല കാറ്റാ. ഇനിയിപ്പോ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ മറ്റേ ചൂട് കൂടും, അപ്പൊ അതിനെ ഒന്ന് തണുപ്പിച്ചാനൊക്കെ പറ്റി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാല് സ്പെഷ്യൽ അവിൽ മിൽക്കാള്. അവിൽ മിൽക്കിന്റെ പല വെറൈറ്റി ഇല്ലേ കലിക? നോർമല്, ഫ്രൂട്ട് സലാഡ്, ഫലൂദ, ഷെയ്ക്കാള്, ലൈം, 25 ഐറ്റം ഐസ്ക്രീം. പിന്നെന്താ വേണ്ടത്? വേറെന്താ വേണ്ടത്? ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ ഐസ്ക്രീം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഉദ്ഘാടനത്തിന് വരണം. അപ്പൊ ഞങ്ങള് പോവാണ് ഇനി വീട്ടിക്ക്, നേരെ വീട്ടിക്ക്. വേഗം കയറിക്കോളി. അപ്പൊ അങ്ങനെ ജലിക്കാന്റെ അവിടുന്ന് പോന്നു മക്കളെ. ഇനി നമ്മള് നേരെ വീട്ടിക്ക്, കാശി പറഞ്ഞ പോലെ തന്നെ വീട്ടിക്ക് പോട്ടെ. രാവിലെയാണ് യൂണിഫോം ഇട്ടതാ, എത്ര നേരമായി അറിയോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം. കമന്റുകളില്ല, ലൈക്കും കുറവാണ്. വീഡിയോസ് കണ്ടാലും ആരും ഒന്നും കമന്റ് ഇടണില്ല, ലൈക്ക് ചെയ്യണില്ല. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.